ഹായ് കൂട്ടുകാരെ, ടോട്ടൽ തിയേറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കരിമണ്ണൂരിൻ്റെ കീർത്തി സംഭവമായ കപ്പേള വീണ്ടും ഉയർന്നിരിക്കുകയാണ്. 1952 നിർമ്മിച്ച സെൻറ്റ് ആൻ്റണീസ് കപ്പേള കാലപ്പഴക്കത്താൽ പൊളിച്ചു നീക്കിയിരുന്നു. പുതിയ കപ്പേളയുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ 2025 മെയ് 5 ഈ കപ്പേളയുടെ വെഞ്ചിരിപ്പ് കർമ്മം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കപ്പേളയുടെ നിർമ്മാണ വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ബലക്ഷയം മൂലം പഴയ കപ്പേള പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചു. പുതിയ കപ്പേളയുടെ അടിസ്ഥാന ശൈലിയുടെ ആശീർവാദം 2024 ഒക്ടോബർ 31 മോൺസിയോർ വിൻസെന്റ് നെടുങ്ങാട് നിർവഹിച്ചു. ഇടവകയിൽ നിന്നുള്ള വൈദികരുടെ സമൂഹബലിക്ക് ശേഷം പുതിയ കപ്പേളയുടെ ശിലാസ്ഥാപനം 2024 നവംബർ 14 വികാരി ഫാദർ സ്റ്റാൻലി പുൽപ്രയിൽ നിർവഹിച്ചു. കരിമണ്ണൂരിന്റെ മുഖമുദ്രയായി ഉയർന്നു നിന്നിരുന്ന പഴയ കപ്പേളയുടെ നിർമ്മാണം 1949 അന്നത്തെ വികാരിയായിരുന്ന റവറന്റ് ഫാദർ ജോസഫ് മാവുങ്കലാണ് ആരംഭിച്ചത്. 1951 റവറന്റ് ഫാദർ ജോസഫ് നമ്പ്യാപറമ്പിൽ മനോഹരമായ മുഖവാരം കൂട്ടിച്ചേർത്ത് ക്രിസ്തുരാജിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും രൂപങ്ങൾ പ്രതിഷ്ഠിച്ച് കപ്പേള വിപുലീകരിച്ചു. കരിമണ്ണൂർ പള്ളി പണിയുന്നതിന് നേതൃത്വം നൽകിയ നാഗർകോവിൽ സ്വദേശിയായ ആശീർവാദം മേസ്തിരിയും സംഘവുമാണ് കപ്പേളയും നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയായ കപ്പേളയുടെ ആശീർവാദം 1952 അന്നത്തെ മെത്രാനായിരുന്ന മാർ മാത്യു പോത്തനാമൊഴി പിതാവ് നിർവഹിച്ചു. കരിമണ്ണൂർ എന്ന ഗ്രാമത്തിന്റെ ആദ്യകാല നാമം പന്നക്കമറ്റം എന്നായിരുന്നു. കരിമണ്ണൂർ ഭരിച്ചിരുന്ന നാടുവാഴികളായിരുന്നു പന്നക്കമനയിലെ നമ്പൂതിരിമാർ. പന്നക്കമന നിലനിന്നിരുന്ന സ്ഥലത്താണ് ഇന്നത്തെ കപ്പേള സ്ഥിതി ചെയ്യുന്നത്. പള്ളിയുടെ ഏറ്റവും മുകളിൽ വയ്ക്കാനുള്ള മനോഹരമായ മകുടം ഇരുമ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ മകുടം ക്രെയിന്റെ സഹായത്തോടെ 2025 മാർച്ച് 16 മുകളിൽ കയറ്റിയത്. ക്രിസ്തുരാജിന്റെ രൂപം വികാരി അച്ഛൻ സ്റ്റാൻലി പുൽപ്രയിൽ വെഞ്ചരിച്ചതിന് ശേഷം ക്രെയിൻ ഉപയോഗിച്ച് അന്നേ ദിവസം തന്നെ മുകളിൽ പ്രതിഷ്ഠിച്ചു. ക്രിസ്തുരാജ് കരിമണ്ണൂർ ടൗണിനെ അനുഗ്രഹിച്ചു നിൽക്കുന്ന രൂപം പഴയ കപ്പേളയുടെ മുകളിൽ പ്രതിഷ്ഠിച്ചിരുന്ന രൂപത്തെ അനുസ്മരിപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കർത്താവേ, സ്നേഹനിധിയായ ഈശോയെ, അങ്ങയുടെ ജീവനുള്ള പ്രതിരൂപങ്ങളാകുവാൻ ഞങ്ങൾ പഠിപ്പിച്ച കർത്താവേ, അവിടുത്തെ തിരുഹൃദയ രൂപത്തിൻ്റെ മേൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ കരുണയോടെ തെക്കൻ പാർക്കണമേ. ഈ ടൗണിന് അനുഗ്രഹിച്ച് നിൽക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ രൂപം ഞങ്ങൾ നോക്കുമ്പോഴെല്ലാം നിൻ്റെ തിരുനാമത്തെ വാഴ്ത്തി സ്തുതിക്കുന്നതിനിടയാകട്ടെ. നിൻ്റെ അനുഗ്രഹം ഈ ടൗണിന് മുഴുവൻ ലഭിക്കുന്നതിന്, ഈ പ്രദേശത്തിന് മുഴുവൻ ലഭിക്കുന്നതിന് ഈ രൂപം കാരണമാകട്ടെ. പ്രത്യാശയോടെ നിന്നെ നോക്കുന്നവരെ രക്ഷിതരാകുമെന്നും അവനെ നോക്കുന്നവർ പ്രകാശിതരാകുമെന്നും സങ്കീർത്തകൻ ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവേ, അവിടുത്തെ നോക്കി ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശമാനമാക്കുവാൻ ഈ ദേവാലയവും ഈ രൂപവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. രക്ഷാകർമ്മത്തിൽ പങ്കാളിയാകുവാൻ പരിശുദ്ധ കന്യാമറിയത്തെ തിരഞ്ഞെടുത്ത കർത്താവേ, പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയും ഇതിനോട് ഞങ്ങളോടുകൂടി നിന്നും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായിരിക്കും ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഈ ടൗണിനെയും ഇവിടുത്തെ എല്ലാ ജനങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഇതിനെ ഞങ്ങൾ അവിടുത്തേക്ക് പ്രതിഷ്ഠിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും യോഗ്യതകളും ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന ബലികളോട് ചേർത്ത് വിശുദ്ധ പുരോഹിതത്തിൻ്റെ കൃപയാൽ ഈ രൂപം ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വികാരി അച്ഛൻ സ്റ്റാൻലി പുൽപ്രയിലിന്റെയും കൊച്ചച്ഛൻ മാത്യു എടാട്ടിന്റെയും മാതൃകാപരമായ നേതൃത്വവും കൈക്കാരന്മാരുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനവും മൂലമാണ് ഇത്രയും വേഗത്തിൽ കപ്പളയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചത്. കപ്പേളയുടെ നിർമ്മാണം ഇത്രയും വേഗം പൂർത്തിയാക്കിയ കോൺട്രാക്ടർ ഷാജി ചേട്ടനും പ്രശംസ അർഹിക്കുന്നു. പഴയ കപ്പേളയുടെ ചരിത്രം കാണിക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് കാർഡിലും എൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതും കാണുക. വിശുദ്ധ അന്തോനീസിന്റെ മാധ്യസ്ഥവും പ്രാർത്ഥനാ സഹായവും തേടിയും നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനുമായിട്ടാണ് അനേകം ആളുകൾ ഇവിടെ എത്തുക. എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 4:30 നടക്കുന്ന ദിവ്യബലിയിലും നൊവേനയിലും പങ്കെടുക്കാൻ കരിമണ്ണൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട്. ൽ കർത്താവിന്റെ ജനനത്തിന്റെ മഹാജൂബിലി വർഷമായി തിരുസഭ ആചരിക്കുകയാണ്. ഈ മഹാജൂബിലിയുടെ സ്മാരകമായിട്ടാണ് കപ്പേള പുനർനിർമ്മിച്ചിരിക്കുന്നത്. കപ്പേളയ്ക്കകത്ത് വിശുദ്ധ അന്തോനീസിന്റെ ജീവിതത്തിലെ 2 അത്ഭുതങ്ങൾ മദ്ബഹയിൽ കൊത്തിവെച്ചിരിക്കുന്നതും 8 അത്ഭുതങ്ങൾ സ്റ്റെയിൽ ഗ്ലാസിൽ വെന്റിലേഷനുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നതും പുതിയ കപ്പേളയെ കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നു. 2025 മെയ് 5 വൈകുന്നേരം 5 മണിക്ക് കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മഹാജൂബിലിക്ക് സ്മാരകമായി നിർമ്മിച്ചിരിക്കുന്ന കപ്പേള കൂദാശ ചെയ്ത് വിശുദ്ധ ബലി അർപ്പിക്കും. അംഗപരിമിതർക്ക് അനായാസം തിരിതെളിച്ച് പ്രാർത്ഥിക്കുന്നതിന് റോഡ് നിരപ്പിൽ തന്നെ വിശുദ്ധ അന്തോനീസിന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ഗ്രോട്ടോയും ദിവസത്തിൽ പല പ്രാവശ്യം ദൈവസാന്നിധ്യ സ്മരണ ഉണർത്താനും പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നതിനുമായി പ്രാർത്ഥനാ മഞ്ജരികൾ പാടുന്ന ഒരു വലിയ ക്ലോക്കും കപ്പേളയുടെ സവിശേഷതകളാണ്. ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.